بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ചേർക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുക. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം, പ്രവാചക സ്നേഹത്തിന്റെ പ്രഫുല്ലമായ ധാരാളം വെളിച്ചം വിതരപ്പെടുന്ന മാസം, സത്യവിശ്വാസികളുടെ ഹൃദയാന്തരങ്ങളിൽ നബി സ്നേഹത്തിന്റെയും അവരുടെ അതരകുസുമങ്ങളിൽ പ്രവാചക പ്രകീർത്തനങ്ങളുടെയും 1000 വചനങ്ങൾ ഒഴുകി ഒഴുകി വരുന്ന ദിനരാത്രങ്ങൾ. അള്ളാഹു അവിടുത്തെ റുഫഖായിൽ നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. സ്നേഹത്തിന് വകഭേദങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് പരിശുദ്ധ ഇസ്ലാം. ജന്മസഹജമായി മനുഷ്യരിൽ ഉണ്ടാകുന്ന നൈസർഗിക വൈകാരികതയാണ് സ്നേഹം എന്നുള്ളത്. വിവേകപൂർവം അറിയാവുന്ന എല്ലാത്തിനോടും അവന്റെ സ്നേഹം മനുഷ്യൻ പ്രകടിപ്പിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. പക്ഷേ സ്നേഹത്തിന്റെ അളവും അകലവും മഹത്വവും കൃത്യമായി മതം തരംതിരിച്ചു തരുന്നു. എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ കാര്യത്തിൽ മതത്തിൽ കൃത്യമായ നിയമം ഉണ്ട്, മതശാസന ഉണ്ട് എന്നതാണ് അതിനർത്ഥം. സ്നേഹം മനുഷ്യനിൽ നിന്നും അനിഷേധ്യമായി ഉണ്ടായി വരുമ്പോൾ അത് മനുഷ്യരോട് തന്നെ ആവണമെന്നില്ല. ചില വസ്തുക്കളോട് പോലും സ്നേഹം ആവാവുന്നതാണ്. പാർപ്പിടം, വസ്ത്രം, വാഹനം, നാട്, എന്തിനേറെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങൾ, അതിനോടൊക്കെ മനുഷ്യന് ചില സമയത്ത് സ്നേഹത്തിൽ ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചില വസ്ത്രം ചിലർക്ക് അവൻ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതായിരിക്കും, സ്നേഹമുണ്ടാവും. ചില സന്ദർഭത്തിൽ ഉപയോഗിച്ച വസ്ത്രത്തെ പ്രത്യേക സ്നേഹത്താൽ എടുത്തു വെച്ച് അവൻ സൂക്ഷിക്കുന്നതും കാണാം. അങ്ങനെ സ്നേഹം വസ്തുക്കളോട് പോലും ഉണ്ടാകുക എന്ന വിഷയത്തിൽ പരിശുദ്ധമായ ഇസ്ലാം കൃത്യമായ പ്രാമാണികമായ ഇടപെടൽ നടത്തുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഒരു മനുഷ്യ ജീവിതത്തിൽ നിരന്തരമായ അനുഭവങ്ങൾ ചില സ്നേഹബന്ധങ്ങളെ ഉത്തേജിപ്പിക്കുന്നു എന്നതും ഒരു വസ്തുതയാണ്. സ്നേഹത്തിന്റെ അർത്ഥവും സത്തയും വിപരീതമായി സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിന്റെ അർത്ഥം എന്ത്, അതിന്റെ സത്ത എന്ത്, എവിടെയാവാം, എങ്ങനെയാവാം എന്ന നിയമം എന്ത്, ഇതൊക്കെ വിപരീതമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലം. അങ്ങനെയുള്ളവിടുത്തെ യഥാർത്ഥ സ്നേഹത്തിന്റെ അർഹതയെ പരിശുദ്ധ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയതിനെ കുറിച്ചുള്ള ഒരു ലഘു ചർച്ചയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സർവശക്തൻ നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധ പ്രമാണങ്ങൾ പരിധിയാൽ അടിസ്ഥാനപരമായി സ്നേഹം 2 തരം തിരിയുന്നത് കാണാം. അള്ളാഹുവിന്റെ ഖുർആനും തിരുഹദീസും സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു പഠനത്തിൽ 2 പാർട്ടുകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് ആരാധനയുടെ ഭാഗമായി സംഭവിച്ചിട്ടുള്ള സ്നേഹങ്ങൾ, അത് സ്തുതിച്ചു പറയപ്പെട്ട സ്നേഹമാണ്. രണ്ടാമത്തെ പാർട്ട് പാപത്തിന്റെ പങ്ക് പറ്റുന്നതും ദുഷിച്ചു പറയപ്പെട്ടതുമായ സ്നേഹം. സ്നേഹത്തെ അന്ധമായി അവതരിപ്പിച്ചിട്ടില്ല ഖുർആൻ, സ്നേഹത്തെ അന്ധമായി പ്രചരിപ്പിച്ചിട്ടില്ല ഹദീസ്. ലോകത്തെ സ്നേഹത്തെക്കുറിച്ച് ധാരാളം കാവ്യങ്ങൾ കാണാം. സ്നേഹമില്ലെങ്കിൽ ഭൂമിയില്ല എന്ന് പോലും പറയപ്പെട്ട പാടപ്പെട്ട ഒരു നാട്ടിലാണ്, മലയാള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്നേഹത്തിൽ നിന്നുദിക്കുന്ന ലോകം സ്നേഹത്താൽ വൃദ്ധി നേടുന്നു. സ്നേഹം താൻ ജീവിതം ശ്രീമാൻ, സ്നേഹവ്യാഹിതി തന്നെ മരണം. സന്തുലിതമായ ഭൂമിയുടെ അവസ്ഥ നിലനിന്നു പോകുന്നത് തന്നെ സ്നേഹത്തിൽ എന്നാ പറയപ്പെടുന്നത്. സ്നേഹത്തെ പല നിലക്ക് പല വൈകാരികമായ ഭാവങ്ങളോട് ചേർത്ത് പറഞ്ഞിട്ടുള്ള പരിശുദ്ധമായ ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരുന്നില്ല. സുദീർഘമായ ഒരു വിഷയത്തിന്റെ ഒരൽപ്പം പറയാൻ ആഗ്രഹിക്കുന്നു. സർവശക്തൻ തൗഫീഖ് ചെയ്യട്ടെ.
ആദ്യം പറഞ്ഞു ആരാധനയുടെ ഭാഗമായതും സ്തുതിച്ചു പറയപ്പെട്ടതുമായ സ്നേഹം എന്ന തലത്തിൽ പരിശുദ്ധ പ്രമാണങ്ങൾ മനുഷ്യന്റെ നൈസർഗിക വാസനയായ വികാരമായ സ്നേഹത്തെ പരിചയപ്പെടുത്തുന്നു എന്ന്. മതപരമായ കാഴ്ചപ്പാടിൽ അത് വീണ്ടും തരം തിരിയുന്നുണ്ട്. സുന്നത്ത് എന്നും വാജിബെന്നും ജായിസ് എന്നും ഒക്കെ അതിനെ തരംതിരിക്കാൻ കഴിയും. വിശദീകരിക്കുന്നില്ല. ഏതായാലും സത്യവിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരാ നമ്മൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ വിശ്വാസത്തിന്റെ പൂർത്തീകരണം, ആ പരിശ്രമവും ഒരു സ്നേഹത്തിലാണ്. അതായത് ഈമാന്റെ പരിപൂർണത ഒരു സ്നേഹത്തിലാണ്. ഈമാൻ പരിപൂർണമാവണമെങ്കിൽ പരിപൂർണ സ്നേഹം വേണം. പക്ഷെ അത് ആരോട്? കൃത്യമായി തന്നെ ഖുർആൻ പറയുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹി വലൗ യറല്ലദീന ദലമൂ ഇദ് യറൗനൽ അദാബ് അന്നൽ ഖുവത ലില്ലാഹി ജമീഅ വഅന്നല്ലാഹ ശദീദുൽ അദാബ്. അൽ-ബഖറ 165. ആരാധനയിൽ അള്ളാഹുവിന് സമാനമായി മറ്റു പലതിനെയും പ്രതിഷ്ഠിച്ച് ആരാധന നടത്തുന്ന ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവരുടെ ആ ആരാധ്യ വസ്തുക്കൾ. ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങനെയായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങനെയല്ല വേണ്ടത്. അവിടെ വകതിരിവ് ഇല്ലാത്ത സ്നേഹം. എന്നാൽ മുഅ്മിനീങ്ങളാരാ? ഖുർആൻ പറയുന്നു വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. സ്നേഹത്തിന്റെ ഏറ്റവും വലിയ തിരിച്ചറിവ് അവിടെ പറഞ്ഞത്. ശക്തമായ സ്നേഹം വേണം വിശ്വാസ പൂർത്തീകരണത്തിന്. പക്ഷെ ആരോട്? അല്ലാഹുവോട്. അല്ലാഹുവോട് വേണം. എങ്ങനെയപ്പോ അള്ളാഹിനെ സ്നേഹിക്കാം? ഒന്നിനോട് നമുക്ക് സ്നേഹം വരണമെങ്കിൽ നാം സ്നേഹിക്കാൻ പോകുന്ന ആ ഒന്ന്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി, ആ വസ്തു, അതേക്കുറിച്ചൊരു പരിചയം നമുക്ക് വേണം. അള്ളാഹിനെ പറ്റി ഇപ്പൊ എന്താ അറിയാം? കണ്ടിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ചരിത്രം വല്ലതും കേട്ടിട്ടുണ്ടോ? അള്ളാഹുവിനെ എങ്ങനെ അനുഭവിച്ചിരിക്കുന്നത്? ഇല്ല. യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് തുടങ്ങിയത് ഒരിക്കലും നമ്മുടെ കൺമുന്നിൽ പ്രത്യക്ഷമായിട്ടില്ല. പക്ഷേ അള്ളാഹുവിനെ പറഞ്ഞു തന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്ക വഴിയ അള്ളാഹുവിലേക്കുള്ള സ്നേഹം എത്താ എന്ന തത്വം, അതിന്റെ വഴി, ഈമാന്റെ പൂർത്തീകരണത്തിന് അനിവാര്യമായ ആ മഹത്തായ സ്നേഹത്തെ എങ്ങനെയാവണമെന്ന് പഠിപ്പിച്ച ഖുർആൻ തന്നെ ഇത് പഠിപ്പിച്ചു തന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. സൂറത്ത് ആല ഇംറാൻ. ഏറ്റവും അനിവാര്യമായ സ്നേഹത്തിന്റെ മാർഗം മറ്റൊരു സ്നേഹത്തിലൂടെ മാത്രം എന്ന് പരിശുദ്ധ ഖുർആൻ. പക്ഷെ ആരോട്? സയ്യിദുനാ റസൂലുള്ളാഹി. ഉറക്കെ പറയൂ, സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനോട് മനസ്സിന്റെ ഉള്ളറയിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം ഇല്ലാതെ ഒരാൾ മുഅ്മിനല്ലെന്ന് ഖുർആൻ. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. ആ വഴിക്ക് നിങ്ങൾ ഇറങ്ങുന്നുവെങ്കിൽ മനതകം തിങ്ങി നിൽക്കുന്ന റബ്ബിനോടുള്ള സ്നേഹമാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ ഇത്തിബാഅ് ചെയ്യുന്നു പറയ നബിയേ. ഹബീബിന്റെ സുന്നത്തിലൂടെ അല്ലാഹുവിന്റെ സ്നേഹം. എന്നാൽ അതിന്റെ ജവാബ് കേട്ടോളൂ, യുഹ്ബിബുകുമുല്ലാഹ്. അല്ലാഹു തിരിച്ചു സ്നേഹിക്കും. തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. രണ്ട് ഹുബ്ബിന്റെ ഇടയിൽ ഒരു ഇത്തിബാഅ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനോടുള്ള സ്നേഹത്തെയും റസൂലിനോടുള്ള സ്നേഹത്തെയും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് പറഞ്ഞു. അത് ഒരുമിച്ച്, അത് ആ പാക്കേജ് അങ്ങനെയാ.
താഴെ സ്റ്റെപ്പിൽ നിന്ന് ചവിട്ടിയിട്ട് അതിന്റെ മുകളിലെ സ്റ്റെപ്പിലേക്ക് എത്താൻ പറ്റൂ. ഏറ്റവും മുകളിലെ സ്റ്റെപ്പ് അൽ-അഅ്ലയായ അല്ലാഹ്, അതിന്റെ താഴെ അത് ഒരുമിച്ചാ പറയാ. അതിന് ശിർക്ക് എന്ന് പറയില്ല. കാരണം എന്താ? ഇത് അള്ളാഹുവിന്റെ കലാമാണ്. ഇനി കേട്ടോളൂ, ഈ ആയത്തിൽ രണ്ട് സ്നേഹങ്ങൾക്കിടയിൽ ചര്യ പിൻപറ്റൽ കൊണ്ടുവന്നത് അനുഷ്ഠാനങ്ങളിലൂടെയാണ്. ഇലാഹി സ്നേഹം കരസ്ഥമാക്കാൻ കഴിയൂ എന്ന് പറയുന്ന പോലെ തന്നെ ഹബീബായ നബിയോടുള്ള ഇത്തിബാഅ് കൊണ്ട് മാത്രമേ അല്ലാഹുവിലേക്ക് എത്താൻ കഴിയൂ എന്ന് പറയും പോലെ തന്നെ സ്നേഹം അതിന്റെ അർത്ഥത്തിലും അർഹതയിലും എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു വ്യക്തി നന്നാവുമെന്ന് തന്നെയാ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നബി സ്നേഹം കൊണ്ടൊരാൾക്ക് ഹിദായത്ത് കിട്ടുമെന്ന് പരിശുദ്ധ ഖുർആൻ. അടുത്ത ആയത്ത് നോക്കിക്കോളൂ. ഖുൽ അത്തീഉല്ലാഹ വറസൂൽ, അല്ലാഹുവിനെ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ അനുസരിക്കണേ, റസൂലിനെ അനുസരിക്കണേ. നബി സ്നേഹത്തെ പറഞ്ഞിട്ട് അല്ലാഹുവിലേക്ക് എത്താൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നു അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണേ. ആ അനുസരണ അതിന്റെ സ്വാഭാവികതയാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ പ്രമാണങ്ങൾ പറയുന്നത്, പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഈമാൻ പൂർണ്ണമാവാൻ നബി സ്നേഹം നിർബന്ധമാ. സഹോദരന്മാരെ ചിന്തിക്കണേ, അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം എന്നത് അക്ഷരങ്ങളിൽ ഒതുങ്ങാത്ത, വാക്കുകൾക്ക് വഴങ്ങാത്ത, ഭാവനക്കപ്പുറത്തുള്ള ഒരു അനുഭവമാ. അതെങ്ങനെയാ? അത് ഒരു മധുരം പോലെ, അതൊരു മധുരം പോലെ, അതൊരു മധുരം പോലെ. മധുരം എന്ന് പറഞ്ഞാൽ അതിപ്പോ ഒരാളോട് പറഞ്ഞു കൊടുത്താൽ മനസ്സിലായിക്കൊള്ളുന്നില്ല. മധുരം എന്ന് പറഞ്ഞാൽ അത് രുചിച്ചവനോട് പറഞ്ഞാൽ ഏകദേശം അവന് സങ്കല്പിക്കാനേ പറ്റൂ. പക്ഷെ മധുരം അറിയണമെങ്കിൽ മധുരിച്ച് നോക്കുമ്പോഴേ അറിയൂ. മധുരം തന്നെ പല നിലക്ക. ഒരാൾ തേൻ മധുരിച്ചാണ് അവന് മധുരം എന്ന സങ്കല്പം കിട്ടിയത്. അവനോട് പറയാ പഞ്ചസാരക്ക് നല്ല മധുരം എന്ന് പറഞ്ഞ് അവൻ തലയാട്ടുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ അവൻ അത് അറിഞ്ഞിട്ടില്ല. അതാ പഞ്ചസാര മധുരിച്ചവനെ അറിയൂ. സ്നേഹമെന്നത് മധുരമാ. കമിതാക്കളുടെ ഇടയിലെ സ്നേഹമുണ്ട്. ആ സ്നേഹത്തോട്, അല്ലാഹുവിനോടുള്ള സ്നേഹത്തെ, റസൂലിനോടുള്ള സ്നേഹത്തെ പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം അതൊക്കെ പരിമിതി വെക്കപ്പെട്ട സൃഷ്ടിപ്പിലാണ് ആ സ്നേഹം വരിക. അല്ലെങ്കിൽ മനുഷ്യന്മാര് രണ്ടാമത് കല്യാണം കഴിക്കില്ലല്ലോ. പരിമിതി വെക്കപ്പെട്ട സ്നേഹം. ഹൃദയത്തെ സൃഷ്ടിച്ച അല്ലാഹു, സ്നേഹത്തെ പഠിപ്പിച്ച അല്ലാഹു, സ്നേഹത്തിന്റെ സിലബസ് സൃഷ്ടിച്ച അല്ലാഹു, സ്നേഹിക്കേണ്ടതിനെ കുറിച്ച് പഠിപ്പിച്ച അല്ലാഹു, സൃഷ്ടികൾക്കിടയിലെ പരിമിതപ്പെടുത്തപ്പെട്ട സ്നേഹങ്ങളെയാ നമ്മുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ കാണിച്ചു തന്നിട്ടുള്ളത്. ചിലപ്പോ ചിലർക്കൊരു പുഷ്പത്തോടായിരിക്കും സ്നേഹം. എന്നാൽ കേട്ടോളൂ, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം, അല്ലാഹുവോടുള്ള സ്നേഹത്തെ മധുരമെന്ന് പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി. അത് മധുരിച്ച് തന്നെ അറിയണം. അല്ലാഹുവേ, ആ മധുരം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി ثلاث من كن فيه وجد بهن حلاوة الإيمان من كان الله ورسوله أحب إليه مما سواهما. മൂന്ന് കാര്യം കിട്ടിയാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈമാൻ എന്ന മധുരം അവന് നുകരാൻ കഴിഞ്ഞെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആദ്യത്തെ കാര്യം മാത്രം ഞാൻ പറയുന്നു, വിശദീകരിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. സർവസ്വത്തെക്കാളും അല്ലാഹു വലുത്, സർവസ്വത്തെക്കാളും റസൂൽ വലുത്. അങ്ങനെ വരുന്നോടത്ത് ഭയപ്പാടാകന്നു പോയ മനസ്സിൽ നിന്നും ഉരുത്തിരിയുന്ന സ്നേഹത്തിന്റെ പ്രകടനം ആരിലോ അവന് ഈമാന്റെ മധുരം കിട്ടിയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ സ്നേഹം അല്ലെങ്കിൽ ഭൂമിയിൽ തന്നെ പലതും പ്രതീക്ഷിക്കേണ്ടി വരും. ഇങ്ങനെ സ്നേഹമുള്ള കുറെ ആളുകൾ ഉള്ളതുകൊണ്ടൊക്കെയാ ഈ ഭൂമി ഇങ്ങനെ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ തന്നെ അദാബ് വരാം, അല്ലാഹുവിന്റെ ശിക്ഷ പ്രതീക്ഷിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറത്തുകും وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. സൂറത്ത് തൗബ. പ്രിയപ്പെട്ടതെന്ന് പറയുന്നയെല്ലാം ആലോചിച്ച് നോക്കണേ. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഹിജറ പോകുന്ന സന്ദർഭത്തിൽ ചില സ്വഹാബികളുടെ മുന്നിൽ ചെന്നിട്ട് ചോദിച്ചു, അലാ തുഹാജിറൂൻ, ഹിജറ പോവല്ലേ, നിങ്ങൾ ഹിജറ പോരല്ലേ? ഒരു ഒരുക്കവും കാണുന്നില്ല. മഹാനായ ഇമാം അൽ ഹാഫിദ് ഇബ്നുൽ അൽ ജൗസി അദ്ദേഹത്തിന്റെ സാദുൽ മസീർ എന്ന പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ കുറിക്കുന്നു, അലിയാര് തങ്ങൾ ചെന്നുകൊണ്ട് സ്വഹാബികളിൽ ചിലരോട് ചോദിച്ചു, പോരുകയല്ലേ, ഹിജറ പോരുകയല്ലേ? ഫഖാലു, അവര് പറഞ്ഞു, നുഖീമു മഅ ഇഖ്വാനിനാ വഅശാഇരിനാ വമസാകിനിനാ, ആയിരങ്ങൾ പൊടിപിടിച്ച് ഞങ്ങൾ പണിത ഈ വലിയ കെട്ടിടങ്ങൾ വിട്ടെറിഞ്ഞു പോരാ ഞങ്ങൾക്ക് താല്പര്യമില്ല. സ്നേഹബന്ധങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് മദീനയിലേക്ക് വരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളുടെ സൗഹൃദ വലയത്തെ പിച്ചു ചീന്തിയിട്ട് ഇവിടെ ഉപേക്ഷിച്ചു പോരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു തീരുന്നതിന് മുന്നേ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പുണ്യ നബിക്ക് അറിയിച്ചു കൊടുത്ത ആയത്തപ്പം നമ്മൾ ഓതിയത്. ഖുൽ, അങ്ങ് പറയ നബിയേ, ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു താക്കീത്. എന്തിന്റെ പേരിൽ? അള്ളാഹുവിനോടും റസൂലിനോടും നമുക്ക് ഉണ്ടാവേണ്ട അനിവാര്യ സ്നേഹത്തിന്റെ അളവ് കുറയുന്ന ഭൂമിയിൽ പലതും പ്രതീക്ഷിക്കണം. ഫതറബ്ബസു, പല ആപത്തും പ്രതീക്ഷിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സ്നേഹത്തിന്റെ പ്രകടനത്തിൽ നാം കാണുന്ന ചില വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രകടന പരതയിൽ നബി സ്നേഹമില്ലെങ്കിൽ, റവാത്തിബ് സുന്നത്തുകളോട് സ്നേഹമില്ലെങ്കിൽ, സ്വലാത്ത് ചൊല്ലുമ്പോൾ കണ്ട് നാളം ഇടറുന്നില്ലെങ്കിൽ, പുണ്യ നബിയുടെ പേര് കേൾക്കുമ്പോൾ ചുണ്ടുകൾ സ്വാഭാവികമായും സ്വലാത്തിന്റെ ആ ദിവ്യ മന്ത്രങ്ങളിലേക്ക് ചലനം ഉള്ളതായില്ലെങ്കിൽ, ഫതറബ്ബസു, പ്രതീക്ഷിക്കാം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അങ്ങനെ ഖുർആൻ ഒരു താക്കീത് പോലെ അള്ളാഹുവിനോടുള്ള സ്നേഹത്തെയും ഹബീബിനോടുള്ള സ്നേഹത്തെയും ചേർത്ത് പറഞ്ഞു. ആലോചിച്ചു നോക്കണേ, പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് സംഭവങ്ങൾക്ക് പരിശുദ്ധ മദീനയിൽ സാക്ഷിയായിട്ടുള്ള ഒരു ആയത്ത് അവതരിപ്പിക്കുകയാണ്. ലോകത്ത് വന്നുപോയ മുഫസ്സിരീങ്ങൾ പ്രവാചക സ്നേഹത്തെ ചർച്ച ചെയ്തോടത്ത് സൂറത്തുൻ നിസാഇന്റെ 69-70 ആയത്തുകൾ പറയാതെ പോയിട്ടില്ല. ഒരുപാട് പ്രവാചക സ്നേഹികളുടെ ജീവിതമാ ആയത്തിൽ കാണുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുതിഇല്ലാഹ വർ-റസൂൽ فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا ذلك الفضل من الله وكفى بالله عليما. അള്ളാഹുവിന്റെ ഫളല ഒരു നബി സ്നേഹമുള്ള ഹൃദയം, അള്ളാഹുവിന്റെ ഫളല ഒരു പ്രവാചക പ്രേമിയായുള്ള ജീവിതം അള്ളാഹു തരട്ടെ, അള്ളാഹു തരട്ടെ. 1000 വട്ടം മദീന എന്ന് പറഞ്ഞാലും ആവില്ല, 10,000 വട്ടം ഹബീബിനോടുള്ള സ്നേഹമുള്ളവനാണെന്ന് പറഞ്ഞാലും മതിയാവില്ല. അള്ളാന്റെ ഒരു ഔദാര്യ ചോദിക്കണം. അള്ളാഹുവേ, നിന്റെ നബിയെ സ്നേഹിക്കുന്നവരിൽ ഞങ്ങളെ ചേർക്കണേ. ഈ ആയത്ത് സൂറത്തുൻ നിസാഇന്റെ 69-70 ആയത്തുകൾ പ്രവാചക സ്നേഹികളെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ചരിത്രത്തിൽ ചർച്ചയായ ആയത്താം. ഈ ആയത്തിന്റെ വ്യാഖ്യാനം ഇമാം റാസി കുറിക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു, മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് നബിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്
കയ്യിലുണ്ടായിരുന്ന പണം കൊടുത്തുകൊണ്ട് സൗബാൻ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചതാ. നബി തങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ സൗബാൻ എന്ന മഹാനായ സ്വഹാബിയോട് അത്രയും ഇടപെടൽ നടത്തിയത്. ഒരിക്കൽ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് വരികയാ. ആരാണ് സൗബാൻ എന്നറിയുമോ? കാന ശദീദുൽ ഹുബ്ബി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖലീല സ്സബ്രി അൻഹു. നബിയോട് വല്ലാത്ത സ്നേഹമുള്ള ആളാണ്. നബിയെ കാണാതിരുന്നാൽ ക്ഷമിച്ചിരിക്കാൻ കഴിയാത്ത വ്യക്തിയാ. ഫഅതാഹു യൗമ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് മഹാനായ സൗബാൻ ഒരു ദിവസം വരികയാണ്. ഇമാം റാസി രേഖപ്പെടുത്തുന്നു, വഖദ് തഗയ്യറ വജ്ഹുഹു, സൗബാന്റെ മുഖം വിഷാദമുറ്റി നിൽക്കുകയാ. വനഹല ജിസ്മുഹു, സൗബാന്റെ ശരീരത്തിൽ ക്ഷീണം ബാധിച്ചിരിക്കുകയാണ്. വഉരിഫൽ ഹുസ്നു ഫീ വജ്ഹിഹി, സൗബാന്റെ മുഖത്ത് സങ്കടം തളം കെട്ടി നിൽക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബി സൗബാൻ ഇങ്ങനെ മെല്ലെ മെല്ലെ വരുമ്പോ ഹബീബായ നബി തങ്ങൾ മഹാനായ സ്വഹാബിയോട് ചോദിച്ചു, അൻ ഹാലിഹി, എന്ത് പറ്റി സൗബാൻ? മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, മാ ബീ വജ്ഉൻ, എനിക്കൊരു രോഗമില്ല നബിയേ. എന്റെ ശരീരത്തിൽ സാരമായി ബാധിച്ചിരിക്കുന്ന വേദനകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ഇല്ല നബിയേ. പിന്നെന്താ ഇങ്ങനെ, എന്ത് പറ്റി ഈ രൂപഭാവങ്ങളൊക്കെ ഇങ്ങനെ മാറിയിരിക്കുന്നത്? രോഗമില്ലെങ്കിൽ പിന്നെ എന്താ പറ്റിയ? ശരീരമൊക്കെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ പറയട്ടെ നബിയേ, ഇദാലം അറക, അങ്ങയെ കാണാതെ വന്നു കഴിഞ്ഞാൽ കഴിയോ നമുക്ക്? ഒരാഴ്ച നമ്മുടെ കുടുംബത്തിൽ നിന്നും മാറി നിന്നാൽ, ഒരു പ്രവാസി വീടിന്റെ ചവിട്ടുപടികളിൽ നിന്നും ചെരുപ്പിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവൻ പോകുന്ന ആ ജോലിയുടെ കെടുതിയും ഇനിയുള്ള ഒറ്റപ്പെട്ട ജീവിതവും ആലോചിച്ചിട്ട് പിന്നോട്ടൊന്ന് തിരിഞ്ഞു നിന്ന് കുടുംബത്തോട് അവന്റെ യാത്രയുടെ അവസാനത്തെ സലാം പറഞ്ഞു പോകുമ്പോൾ ഒരു ഗൾഫുകാരന്റെ മനസ്സ് കരയുന്നത് പ്രിയപ്പെട്ടത് ഉപേക്ഷിച്ചു പോകുമ്പോഴാ. സൗബാൻ പറയാണ്, നബിയെ, അങ്ങയെ കാണാതിരിക്കുമ്പോൾ കൊതിയാവാ നബിയെ, കൊതി തോന്നാ നബിയെ അങ്ങയെ കാണാൻ. മാത്രവുമല്ല, ഇവിടെ വന്ന് ഈ പൂമുഖത്തേക്കൊന്ന് നോക്കി നിൽക്കുന്നവരെ ഞാൻ ഒറ്റപ്പെട്ടിരിക്കാ നബിയെ. അങ്ങനെ ഇരിക്കെ ഞാൻ ഓർക്കുന്നു, ഒരു ദിവസം പലവട്ടം കാണുന്ന സ്വഹാബിയുടെ വാക്കുകളാണ് ഇത്. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പലവട്ടം കാണുന്ന സ്വഹാബി പറയാ, ഇവിടെ നിന്ന് പോയി വരുന്നത് വരെ എന്റെ മനസ്സിൽ കൊതിയായി മുഖത്തൊന്ന് നോക്കിയിരിക്കാൻ. ഫദക്കറതു, ഞാൻ ഓർത്തു പോയി നബിയെ അൽ-ആഖിറത, നാളത്തെ പരലോകത്തെ കുറിച്ച് ഞാൻ ഓർത്തു. ഫഖിഫ്തു, ഞാൻ പേടിച്ചു പോയി നബിയെ. എന്താ, ഞാൻ നരകത്തിൽ പോകുമെന്ന് ഓർത്തല്ല പേടിച്ചത്. ഞാൻ നരകത്തിൽ പോകുമെന്നോർത്ത് പേടിച്ചതല്ല, പരലോകത്തെ കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ പേടിച്ചത്. അല്ലാ അറാക ഹുനാക യാ റസൂലല്ലാഹ്, അവിടെ വെച്ച് അങ്ങയെ കാണാൻ പറ്റൂലല്ലോ എന്ന് ഞാൻ ഓർത്തു പോയി നബിയെ. അവിടെ ചെന്നാൽ ആ കോടിക്കണക്കിന് മനുഷ്യന്മാർ ഓടി നടക്കുന്ന സ്വർഗലോകത്തിൽ അങ്ങയെ, വിശാല വിസ്തൃതമായ സ്വർഗലോകത്തിൽ അങ്ങയെ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ കാണാ. അവിടെ ചെന്നാൽ അങ്ങയെ ദീർഘനാൾ ഞാൻ കാണാതാകുമല്ലോ എന്നോർത്തു നബിയെ. ആ സമയത്ത് ഞാൻ സ്വർഗവാസിയായി എത്തി. അമ്പിയാക്കളുടെ ഉന്നതമായ പദവിയിൽ അങ്ങും എത്തിക്കഴിഞ്ഞാൽ ഞാൻ അടിമകളുടെ പദവിയിലായിരിക്കുമല്ലോ സ്വർഗത്തിൽ. അങ്ങ് രാജാവിന്റെ പദവിയിൽ. ഒരു രാജാവും അടിമയും തമ്മിലുള്ള അന്തരം സ്വർഗത്തിന്റെ സങ്കല്പത്തിൽ എന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല നബിയേ. അവിടെ വെച്ച് ഞാൻ അങ്ങയെ കാണില്ലല്ലോ എന്നോർത്തപ്പോൾ ഞാൻ വിതുമ്പിയതാണ് നബിയെ. ഇനി എങ്ങാനും ഞാൻ സ്വർഗത്തിൽ വന്നില്ലെങ്കിൽ അപ്പോഴോ ഒരിക്കലും അങ്ങയെ ഞാൻ കാണില്ലല്ലോ നബിയെ. വികാര നിർഭരതയിൽ ഒരു സഹാബിയുടെ അശ്രുക്കൾ പൊഴിഞ്ഞു വീഴുന്നോടത്ത് മുഖഭാവം സങ്കടത്തിൽ നീന്തി തുടിക്കുന്ന നേരത്ത് ഈ പ്രവാചക പ്രേമിയുടെ മുഖത്ത് നോക്കി പറയാൻ മനുഷ്യനായി പിറന്ന ഒരാൾക്കും വാക്കുകൾ വഴങ്ങാത്ത സാഹചര്യത്തിലാ ആകാശത്തിന്റെ വർണ്ണശബളമായ സീമകളെ കീറി മുറിച്ചുകൊണ്ട്
അലൈഹിസ്സലാം ഇറങ്ങി വന്ന ഇലാഹി വചനം സ്വഹാബിക്ക് മറുപടിയായി അവതരിച്ചത് ആ ആയത്തുകളാ സൂറത്തുൻ നിസാഇന്റെ 69-70 ആയത്ത്. ആ ആയത്ത് പറഞ്ഞ ആശയത്തിന്റെ ജീവിത തലങ്ങളിലേക്ക് എത്താൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഈ പ്രവാചക സ്നേഹി أولئك الذين أنعم الله فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين اللهم اجعلنا منهم يا رب العالمين. അങ്ങനെയുള്ള മഹാന്മാരുടെ കൂട്ടത്തിലേക്ക് അമ്പിയാക്കളുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലേക്ക് ഇത്തരം പ്രവാചക പ്രേമികളെ ചേർക്കുമെന്ന് ഖുർആൻ. വല്ലാത്തൊരു ചങ്ങാത്ത അവര്, വല്ലാത്തൊരു ചങ്ങാത്തം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊരു സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ മാത്രമല്ല, പ്രവാചക സ്നേഹത്തിൽ ഒരു സൗബാൻ മാത്രമല്ല കടന്നു പോയത്. ഒരുപാട് പ്രവാചക സ്നേഹികൾ. ഇമാം റാസി പറയുന്നു, പിന്നെയും ഒരു സബബുൻ നുസൂൽ പറയുന്നുണ്ട്. കുറെ സ്വഹാബികൾ, അൻസാരികളിൽപ്പെട്ട കുറെ സ്വഹാബികൾ വന്നു. ഇന്നനാസം മിനൽ അൻസാർ, കുറെ സ്വഹാബികൾ വന്നു. ഖാലു, അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നക തസ്കുനുൽ ജന്നത ഫി അഅലാഹ, നബിയെ അങ്ങ് സ്വർഗ്ഗത്തിൽ പോകും, സ്വർഗ്ഗത്തിന്റെ മഹോന്നതമായ പടവുകളിലാ അങ്ങയുടെ കൊട്ടാരമുള്ളത്. വനഹന നസ്താഖു ഇലൈക, അവിടേക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റുമോ നബിയെ? ഞങ്ങൾ അവിടെ എത്തുമോ നബിയെ? ഫകൈഫ നസ്നഉ, ഞങ്ങൾ എന്താ ചെയ്യാ? അവിടെ എത്താൻ ഞങ്ങൾ എന്താ ചെയ്യാ? സ്വർഗത്തിന്റെ മഹോന്നതമായ പടവുകളിലേക്ക് എത്താൻ ഞങ്ങൾ എന്താ ചെയ്യാ? 1000 ഹജ്ജ് ചെയ്താ പറ്റോ? ആ പടവിലെത്താൻ പ്രവാചക സ്നേഹം കൊണ്ടേ കഴിയൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉത്തരം മുട്ടിയ ചോദ്യമാ. അപ്പോഴാണ് ഈ ആയത്തിന്റെ മഹോന്നതമായ വജസ്സുകളുമായി സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിയതെന്നും ഇമാം റാസി രേഖപ്പെടുത്തുന്നു. സ്വഹാബിക്ക് നബിയുടെ മുന്നിൽ നിന്ന് പോയാൽ പിന്നെ മധുരം കഴിച്ചാൽ മധുരമറിയാൻ കഴിയുന്നില്ല. ആഹാരത്തിന് പോലും രുചിയില്ല. കുഞ്ഞിളം പ്രായക്കാരുടെ കിളിനാദത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്നില്ല. സ്നേഹത്തോടുകൂടെ ഭാര്യ വിളിക്കുമ്പോൾ വിളി കേൾക്കാൻ കഴിയുന്നില്ല. പനിനീര് കുസുമത്തിന്റെ സൗന്ദര്യം കാണാൻ കണ്ണുകൾക്ക് കഴിവില്ല. സ്വഹാബികളുടെ മൂക്കുകൾക്ക് പൂവിന്റെ മണം നുകരാൻ കഴിയുന്നില്ല. എന്താടോ രോഗം? പ്രവാചക സ്നേഹം തന്നെയാ രോഗം, പ്രവാചക സ്നേഹം തന്നെയാ രോഗം. മരിളൽ ഹബീബു ഫഉത്തുഹു ഫമരിളതു മിൻ നളരി ഇമൻ സഫീലി സുഫിയൽ ഹബീബു ഫസാറനി ഫസുഫീതു മിൻ നളരി ഇലൈഹി. റസൂലുള്ളാഹിക്ക് രോഗം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇന്ന് കാണാൻ ചെന്നു. അവിടെ ചെന്ന ആ മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ, അവിടുത്തെ രോഗത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ, അവിടുന്ന് തളർന്നു കിടക്കുന്നത് ഞാൻ കണ്ടപ്പോ സഹിക്കാവതല്ല. ഞാൻ അതിൽ മനസ്സ് വ്യസനം പൂണ്ട് ഞാനൊരു രോഗിയായി. എന്നെ താങ്ങി എടുത്തുകൊണ്ടുപോയി എന്റെ വീട്ടിലേക്ക്. ഞാൻ അവിടെ കിടന്നു. എന്റെ രോഗത്തിന് പല മരുന്നും ചെയ്തു, പക്ഷേ മരുന്നൊന്നും ഫലിച്ചില്ല. അവസാനം സുഫിയൽ ഹബീബു ഫസാറാനി, റസൂലുള്ളാഹിയുടെ രോഗം മാറി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കാണാൻ വേണ്ടിയിട്ട് എത്ര ദിവസമായി എന്നെ കണ്ടിട്ട്, ഞാൻ കണ്ടിട്ട് എന്ത് പറ്റിയെന്നറിയാൻ വേണ്ടി ചോദിച്ചപ്പോൾ, അങ്ങയുടെ പ്രിയപ്പെട്ടവന് രോഗമാ നബിയെ. രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി സ്വാഭാവികമായും എന്റെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് വന്നു. ആ സമയം നിരന്തരമായ മരുന്നുകൾ ഉപയോഗിച്ച് എനിക്ക് ഫലം കാണാത്തോടത്ത് എന്റെ മരുന്ന് എത്തി. എന്റെ മരുന്ന് സഹനത്തിന്റെ സങ്കേതം, സമാധാനത്തിന്റെ സമവാക്യം, നീതിയുടെ നിറകുടം, മക്കയുടെ വരദാനം, മദീനയുടെ മന്നമാരുതൻ, ലോകത്തിന്റെ അജയ്യനായ പ്രഭുവേ, അമീനേ മുജ്തബ, ഹബീബേ മുർത്തല, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്റെ മരുന്ന്. എന്റെ മരുന്ന് ആ മുഖത്തേക്ക് നോക്കല. ആരുടെ അനുഭവമായത്? അഫ്ളലുൽ ബശ്രി ബഅദൽ അംബിയാഇ തഹ്ഖീഖൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അനുഭവമാ. ഒരാൾ മരിക്കാ എന്നതിലല്ല സന്തോഷിച്ചത്, മരിച്ചാൽ എന്റെ ഖബർ അവിടുത്തെ ഖബറിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടത്തോട് ഈ രാത്രിയിൽ തന്നെ എനിക്ക് ഒട്ടിച്ചേരാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നുമോള് ഫാത്തിമ, പൊന്നുമോള് ആയിഷയോട്
സങ്കടത്തിൽ കലർന്ന് സന്തോഷമറിയിച്ച സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുണ്യ റൗളയിൽ എനിക്ക് മണ്ണറ ഒരുങ്ങുമ്പോ അതെന്റെ മണിയറയേക്കാളും സന്തോഷമെന്ന് കരുതിയ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു അവരുടെയൊക്കെ കൂടെ സ്വർഗം തരട്ടെ. എന്റെ വീട്ടിൽ ചെന്നാൽ എന്റെ കുഞ്ഞിളം പ്രായക്കാരുടെ കലവില പറയുന്ന കിളിനാദം കേൾക്കുമ്പോ എനിക്ക് സന്തോഷമില്ല നബിയേ. സ്വഹാബി വന്നുകൊണ്ട് പറയുകയാ, സ്വഹാബി വന്നുകൊണ്ട് പറയാ, യാ റസൂലല്ലാഹ് ഇദാ ഖറജ്നാ മിൻ ഇൻദിക ഇലാ ഹാലിനാ, ഇവിടുന്ന് സദസ്സ് പിരിഞ്ഞ് കുടുംബത്തിൽ പോവണമല്ലോ നബിയെ, പള്ളി അടയ്ക്കുമല്ലോ നബിയെ, മദീനത്തെ പള്ളി വിട്ട് കുടുംബത്തിൽ എത്തിക്കഴിഞ്ഞാൽ കൊതിയാവാ അങ്ങോട്ട് തിരിച്ചു വരാൻ, അങ്ങയുടെ ചാരത്തിരിക്കാൻ, ആ പൂമുഖത്തേക്കൊന്ന് നോക്കാൻ, അവിടെ നിന്ന് പറയുന്ന വാക്കുകൾ കേൾക്കാൻ, അതിൽ ഹർഷപുളകിതരാവാൻ കൊതിയാ നബിയെ. എന്ത് കഴിച്ചിട്ടും രുചിയില്ല നബിയെ, ഈ ദുനിയാവിൽ ഒന്നിനോടും ആഗ്രഹമില്ല നബിയെ. ഇവിടെ വരണവരെ, ഇവിടെ വരണവരെ സ്വഹാബി പറഞ്ഞത്. കാരണം അഭയം, ആസ്ഥാനം, അടിസ്ഥാനം എവിടെ, അവിടേക്ക് മടങ്ങി വരുന്നതിന് റജഅ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ദഹബ ഉപയോഗിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അത്ത ഉപയോഗിച്ചാൽ മതിയായിരുന്നു, ജാ ഉപയോഗിച്ചാൽ മതിയായിരുന്നു. റജഅ അടിസ്ഥാനപരമായി എത്തേണ്ട അടുത്ത് എത്തലാണ്. അടിസ്ഥാനം എവിടെയാ സ്വഹാബിയുടെ മനസ്സിൽ? നബിയുടെ അടുക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ വരുന്നവരെ ഒരു സമാധാനമുള്ള നബിയെ എന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മറുപടി കൊടുക്കാൻ കഴിയാതെ വിങ്ങി നിൽക്കുമ്പോഴാ ഈ സൂറത്തുൻ നിസാഇന്റെ ആയത്തിറങ്ങിയത്. ഒരുമിച്ച് സ്വർഗ്ഗമുണ്ടെന്ന് അല്ലാഹു നസീബാക്കട്ടെ. സ്നേഹത്തിന്റെ വകഭേദങ്ങളിൽ, പ്രവാചക സ്നേഹത്തിൽ, ഒരു മനുഷ്യന്റെ പ്രകടനത്തിൽ അല്ലാഹു അതിര് വെച്ചിട്ടില്ല എന്നുള്ള സംഭവം അടുത്ത് പറയാൻ പോകുന്നത് ഇമാം റാസി രേഖപ്പെടുത്തുന്നു. ഒരു കർഷകൻ സ്വഹാബി മദീനയിൽ ഒരു തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുക, അൻസാരിയായ സ്വഹാബി. അതാൽ അൻസാറ വലദുഹു വഹുവ ഫീ ഹദീഖത്തിൻ ലഹു. തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുക വാപ്പ, ഹബീബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബിയാ വാപ്പ. അപ്പോഴുണ്ട് പൊന്നുമോൻ വന്നുകൊണ്ട് പറഞ്ഞു, ബി മൗത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ വിവരം മകൻ വന്നുകൊണ്ട് വാപ്പയോട് പറയുമ്പോ കയ്യിലുള്ള പിക്കാസ്, കയ്യിലുള്ള കൈക്കോട്ട് താഴെ വെച്ചിട്ട് ആ സ്വഹാബി അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ അഅ്മിനി ഹത്താ ലാ അറാ ശൈഅൻ ബഅദഹു ഇലാ അൻ അൽഖാ. അല്ലാഹുവേ, എന്റെ കണ്ണിന്റെ കാഴ്ച നീ തിരിച്ചെടുക്കണേ അല്ലാഹ്. സ്വഹാബി ദുആരക്കുന്നു. റസൂലുള്ളാഹിയുടെ വഫാത്ത് കേട്ടപ്പോ എന്താ ദുആറുന്നത്? അല്ലാഹുവേ, എന്റെ കണ്ണിന്റെ കാഴ്ച നീ തിരിച്ചെടുക്കണേ. നാളെ ഹൗദുൽ കൗസറിന്റെ ചാരത്ത് വെച്ച് അവിടുത്തെ കാണുന്നത് വരെ ഇനി എനിക്ക് ആരെയും കാണണ്ട അല്ലാഹ്. ഇമാം റാസി രേഖപ്പെടുത്തുന്നു, സഹൽ ഫൈസി പറഞ്ഞതല്ല. ആ സ്ഥലത്ത് വെച്ച് തന്നെ സ്വഹാബിയുടെ കണ്ണിന്റെ കാഴ്ച പോയി. ഫകാന യുഹിബ്ബുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുബ്ബൻ ശദീദാ. ശക്തമായ റസൂലുള്ളാഹിനെ സ്നേഹിച്ച സ്വഹാബിയ. ഫജഅലഹു അല്ലാഹു മഅഹു ഫിൽ ജന്ന. ഈ സ്വഹാബി റസൂലിന്റെ കൂടെ തന്നെ ആ സ്വർഗ്ഗത്തിൽ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ സംഭവം ഇമാം റാസി സബബുൻ നുസൂലായ സൂറത്തുൻ നിസാഇന്റെ തഫ്സീറിൽ കുറിക്കുന്നത് കാണാം. ഈ സ്നേഹം സത്യമുള്ള സ്നേഹമാ, അല്ലെങ്കിൽ ദുആക്ക് ഇജാബത്തില്ല. കാഴ്ച പോയതിൽ സ്വഹാബിക്ക് വിഷമമില്ല, സങ്കടമില്ല, നിരാശയില്ല. പക്ഷെ ഒരു പ്രതീക്ഷ, നാളത്തേക്കുള്ള പ്രതീക്ഷ. അല്ലാഹു നമുക്ക് തരട്ടെ. എന്തിനാ ഞാനിത്ര പറഞ്ഞത്? ദുനിയാവിൽ മനുഷ്യന്മാർക്ക് പലതിനോട് സ്നേഹമുണ്ട്. ആ സ്നേഹമൊന്നും ഒരു സ്നേഹമല്ല. ആ സ്നേഹമൊന്നും ഒരു സ്നേഹമല്ല. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനാകുന്നത് വരെ നിങ്ങൾ മുഅ്മിനല്ല എന്ന് പറഞ്ഞത് ഈ അർത്ഥത്തിൽ ജീവിച്ച മനുഷ്യന്മാരുടെ മുന്നിൽ വെച്ചിട്ടാണ്. ഇത്രയും സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ട് ഇമാം റാസി പറയുന്നുണ്ട്, ഖാലൽ മുഹഖിഖൂന ലാ നുൻകിറു സിഹ്ഹത ഹാദിഹി റിവായാത്തി. ഈ പറയപ്പെട്ട ഉദ്ധരണികളൊന്നും ലഈഫല്ല. ഈ പറയപ്പെട്ട ഉദ്ധരണികളൊക്കെ പ്രബലം തന്നെ. ഇല്ല അന്ന സബബ നുസൂലിൽ ആയത്തി യജിബു അൻ യകൂന ശൈഅൻ അഅ്ളമ മിൻ ദാലിക. അവതരണ പശ്ചാത്തല സംഭവങ്ങൾ, ഈ ഉദ്ധരിക്കപ്പെട്ട സംഭവങ്ങളെക്കാൾ അവതരിപ്പിക്കപ്പെട്ട പ്രവാചക സ്നേഹം എന്നതാണ് മുഖ്യമായ കാര്യം. അങ്ങനെ വരുമ്പോൾ ഫഹാദിഹിൽ ആയത്തു ആമത്തുൻ ഫീ ഹഖ്ഖിൽ മുകല്ലഫീൻ. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും ഈ ആയത്തിന്റെ സബബുൻ നുസൂലിൽ, അവതരണ പശ്ചാത്തലത്തിൽ പറയപ്പെട്ട ചരിത്ര സംഭവങ്ങൾ ഉദ്ഘോഷിക്കുന്ന പ്രവാചക സ്നേഹത്തിന്റെ ഭാഗത്തേക്ക്
ജീവിതം എത്തൽ അനിവാര്യം, ഓരോ മുസ്ലിമിനും അനിവാര്യം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ പലതിനോടും സ്നേഹം, ആ സ്നേഹങ്ങളൊക്കെ അനുവദിച്ച മത നമ്മുടെ മതം. ചിലർക്ക് വാഹനങ്ങളോട്, ചിലർക്ക് മക്കളോട്, ചിലർക്ക് കുടുംബത്തോട്, എല്ലാം സ്നേഹ. ഹബീബായ നബി തങ്ങൾ തന്നെ പറഞ്ഞല്ലോ സ്വഹീഹുൽ ബുഖാരി, ഉഹദുൻ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഉഹദ് പർവ്വതത്തെ എനിക്ക് ഇഷ്ടമാണ്, റസൂലുള്ളാഹി പറഞ്ഞതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ് പർവ്വതത്തെ ഇഷ്ടമാണ്. അതൊക്കെ അനുവദനീയമായ സ്നേഹ, പക്ഷെ ലിമിറ്റേഷൻ ഉണ്ട്. അതെല്ലാത്തിനും ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ സ്നേഹം ഒരത്ഭുതം, ഏറ്റവും വലിയ പുണ്യം. ലം നറലിൽ മുതഹബ്ബീന മിസ്ല നിക്കാഹ്. ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്നു, ഭാര്യയും ഭർത്താവും സ്നേഹിച്ച് നടക്കുന്നോടത്ത് കാണുന്ന ഒരു സൗന്ദര്യം മറ്റൊരിടത്തും ഇഷ്ടഭാജനങ്ങൾക്കിടയിൽ കാണാവതല്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഇഷ്ടങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ അനുവദിച്ചു തന്ന മതം സ്നേഹത്തിന്റെ വകഭേദം കൃത്യമായി പറഞ്ഞു. അല്ലാഹുവോടും അവന്റെ റസൂലിനോടും വേണം ദുആ ചെയ്യണം. പടച്ചോനെ, റസൂലുള്ളാഹിയോടുള്ള സ്നേഹം എന്റെ മനസ്സിൽ തരണേ. അല്ലാഹുവോടുള്ള സ്നേഹത്തിലേക്ക് എത്താൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കറ കളഞ്ഞ് നാവിന്റെ തുമ്പിൽ അവസാന സമയം എത്താൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ സാധ്യമാകുമെന്ന് ഖുർആൻ സമർത്ഥിക്കുക. കൃത്യമായി തന്നെ ഖുർആൻ പറയാം. എത്രയോ ആയത്തുകൾ. നബി സ്നേഹവും നബിയെ ഇത്വാഅത്ത് ചെയ്യലും ഒക്കെ അല്ലാഹുവിനെ ഇത്വാഅത്ത് ചെയ്യുന്നോടത്തും അല്ലാഹുവിനെ സ്നേഹിക്കുന്നോടത്തും പരസ്പര പൂരകങ്ങളായി തന്നെയാ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീൻ സ്നേഹങ്ങൾക്ക് പരിധി വെച്ചിട്ടുണ്ട്. സ്നേഹങ്ങൾക്ക് പരിധി വെക്കാത്ത ഒരു ബന്ധമുണ്ടെങ്കിൽ അത് ഹബീബിനോടുള്ള ബന്ധം. നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കണമെന്ന് നാം മനസ്സിലാക്കണം. സ്നേഹത്തിന്റെ അർഹത എന്തെന്ന് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം. ഓരോരുത്തർക്ക് ഓരോരുത്തരോട് ഇഷ്ടം തോന്നാം. പ്രണയബന്ധങ്ങളില്ലാത്ത ഒരു ക്യാമ്പസ് സ്ഥലം നമുക്ക് കാണാനില്ല. ഇഷ്ടങ്ങൾ ഹബീബ് പഠിപ്പിച്ചല്ലോ. വാപ്പയെ അകറ്റി നിർത്തി കൂട്ടുകാരന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലം ഖിയാമത്തിന്റെ അടയാളമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട പിതാവ് ജീവിതത്തിന്റെ എല്ലാം കൺമുന്നിൽ വളർന്നു വന്നപ്പോ അവൻ കണ്ട ഏറ്റവും വലിയ ത്യാഗി അവന്റെ ഉപ്പ. ഒരു സമയം കഴിഞ്ഞപ്പോ അവൻ മാറ്റി നിർത്തി. എന്നിട്ടോ കൂട്ടുകാരനെ കൂടുതൽ അടുപ്പിച്ചു. ഖിയാമത്തിന്റെ അടയാളം. ആ കാലഘട്ടത്തിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ആളുകൾക്ക് എത്ര അകലെ എന്ന് നാം ആലോചിക്കാം. അങ്ങനത്തെ കാലഘട്ടത്തിൽ ഫാൻസ് അസോസിയേഷനും രാഷ്ട്രീയ നേതാക്കളോടുള്ള സ്നേഹത്തിന്റെ പ്രകടനങ്ങളും അതുപോലെ തന്നെ പ്രണയബന്ധങ്ങൾ, വഴിവിട്ടു പോകുന്ന പ്രണയബന്ധങ്ങൾ, ഇതൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ പ്രവാചക സ്നേഹത്തെ കുറിച്ച് പറയൽ, സഹോദരന്മാരെ, അത് നടപ്പാക്കൽ എത്ര അപ്രാപ്യമാണെന്നറിയോ? ഇന്നത്തെ പ്രണയബന്ധങ്ങൾ ഇങ്ങനെ കൂടി വരാം. ആരോ പറഞ്ഞു അത്രേ പ്രണയ ഹലാലാ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. പ്രണയത്തിന്റെ പരിധി വിട്ടാൽ പ്രണയം മനസ്സിൽ തോന്നാം, അത് സ്വാഭാവികം. പക്ഷെ അതിന്റെ പ്രകടന പരതയിൽ ഹറാമ് വരുമെന്നത് സുനിശ്ചിതം. അത്തരം ഹറാമുകളിലൂടെ ഉണ്ടാകുന്നത് ലാ യദ്ഖുലുൽ ജന്നത ലഹമുൻ നബത മിൻ സുഹദ്. ഹറാമിലൂടെ, അല്ലാഹ് ഇഷ്ടപ്പെടാത്ത വഴിയിലൂടെ വരുന്ന ഏതൊരു കാര്യവും അത് സ്വർഗ്ഗത്തിലേക്ക് വഴി നടത്തില്ലെന്ന് പുണ്യനബി. വകുല്ലു ലഹമിൻ നബത മിൻ സുഹത്തിൻ ഫന്നാറു ഔലാ ബിഹി. നരകത്തിലേക്ക് പോവാൻ സാധ്യതയേറെ. സ്നേഹത്തിന്റെ വകഭേദങ്ങളിൽ നരകത്തെ നിർബന്ധമാക്കുന്ന പ്രമാണങ്ങൾ ദുഷിച്ചു പറഞ്ഞ സ്നേഹങ്ങളുണ്ട്. ക്യാമ്പസുകളിൽ വളരെ മലീമസമായി കൊണ്ടിരിക്കുന്ന പ്രണയബന്ധങ്ങൾ. എന്റെ സഹോദരന്മാരെ, സൗഹാർദ്ദമെന്ന് എത്ര ആണയിട്ട് പറഞ്ഞാലും അത് സൗഹാർദ്ദമല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ അശഖ ഫഅഫ ഫകതമ ഫമാത ഫഹുവ ശഹീദ്. ആരോട് പറഞ്ഞു കൊടുക്കാനിത്? ആർക്കും ഉപദേശിക്കാനുള്ള യോഗ്യതയില്ലാത്ത കാലം. കൂടെ ജീവിക്കുന്ന ആളെ വഞ്ചിച്ചുകൊണ്ട് മറ്റുള്ളതായ പ്രണയങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന കാലം. അതിന് പ്രായമുണ്ടെന്ന് പറയുന്നില്ല. കൗമാരത്തെ മാത്രം പഴി പറയേണ്ടതല്ല. ആ ഒരു സംവിധാനങ്ങളിലൂടെ ജീവിക്കുമ്പോൾ നമുക്കൊക്കെ സംഭവിക്കാം. കേട്ടോളൂ ഹദീസ്. ഇമാം ഗസാലി അവിടുത്തെ ഇഹ്യാഉൽ ഉദ്ധരിക്കുന്നു, ഇമാം അഹ്മദിനെ പോലെയുള്ളവർ ഉദ്ധരിക്കുന്നു, മൻ ആശിക, ഒരു പ്രണയബന്ധം രണ്ടു പേർക്കിടയിൽ അല്ലാഹ് പൊരുത്തപ്പെടാത്ത രീതിയിൽ രൂപം കൊണ്ടു, ഫകതമാം, ഉള്ളിലുള്ള പ്രണയത്തെ പ്രകടിപ്പിക്കാതെ ഉള്ളിൽ ഒതുക്കാൻ പരമാവധി ശ്രമിച്ചു. ഒരു വട്ടം ഞാൻ ഇഷ്ടമാണെന്ന് തുറഞ്ഞു പറഞ്ഞിരുന്നുവെങ്കിൽ അവൾ എന്റെ കൂടെ ഇന്ന് ജീവിക്കുമായിരുന്നു.
പക്ഷേ എന്റെ വാപ്പ സമൂഹത്തിലുണ്ടാക്കിയ നിലവാരം, എന്റെ ഉമ്മ സമൂഹത്തിലുണ്ടാക്കിയ സൽപ്പേര്, എന്റെ കുടുംബം ദീനുള്ള കുടുംബമാ. ഞാനിങ്ങനെ നടന്നാൽ അത് കൊള്ളില്ല എന്ന് എനിക്ക് 100% ഉറപ്പാ. അതുകൊണ്ട് അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി മനസ്സിൽ ഉരുത്തിരിഞ്ഞ പ്രണയത്തെ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറായി. ഫമാത, ആ പ്രണയത്തെ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ത്യജിച്ചു. അങ്ങനെയുള്ള യൗവനമേ ഫഹുവ ഷഹീദ്, നാളെ നിനക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. ഹറാം സംഭവിക്കുന്ന പ്രണയത്തെ ത്യജിക്കുന്നവന് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് പറയുന്ന സ്നേഹം പഠിപ്പിച്ച മതം, സ്നേഹത്തിന്റെ വകതിരിവ് പഠിപ്പിച്ച മതം, സ്നേഹത്തിന്റെ വകതിരിവിന്റെ ആകത്തുക എത്തിച്ചേരുന്നത് പരിശുദ്ധ മദീന. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, اللهم صل على محمد. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ ഖബൂലാക്ക് തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കുക അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാഹ്. ഒരുപാട് രോഗികൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ അവരുടെ രോഗങ്ങൾ ശിഫയാക്കുക അല്ലാഹ്. ബ്രസ്റ്റിന് ക്യാൻസറിന്റെ ലക്ഷണമുള്ള 1-2 സഹോദരിമാര് പ്രത്യേകം ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശിഫാ നൽകണേ അല്ലാഹ്. അവർക്ക് വേണ്ടി നടത്തപ്പെടുന്ന ചികിത്സകളുടെ ബറക്കത്തുള്ളതാക്കണേ അല്ലാഹ്. അല്ലാഹുവേ 3 മാസക്കാലമായി സൗദിയിൽ ജോലി തേടുന്ന മകന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ റബ്ബേ, പരിശുദ്ധമായ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ഈ സദസ്സിന്റെ മഹത്വം കൊണ്ട് ആ സഹോദരന് നീ എത്രയും പെട്ടെന്ന് നല്ല ഒരു ജോലി കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ വിദേശത്ത് ജോലി തേടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവർക്കും നീ അർഹമായ രീതിയിൽ, അവർക്ക് യോഗ്യമായ നിലയിൽ, ഹലാലായ വരുമാനമുള്ള നിലയിൽ നല്ല ജോലി കൊടുത്ത് സന്തോഷിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, യൂട്രസ്റ്റിൽ വന്ന തടിപ്പ് ടെസ്റ്റിന് അയച്ചിരിക്ക, സന്തോഷമുള്ള റിസൾട്ട് കൊടുക്കണമല്ലാ. ഒരു പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി അവരുടെ പിതാവ് ഏൽപ്പിച്ചിരിക്കുക. അല്ലാഹുവേ സന്തോഷകരമായ റിസൾട്ട് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, വിദേശത്തുള്ള മകന്റെ ലൈസൻസ് സംബന്ധമായ തടസ്സങ്ങൾ മാറാൻ പ്രത്യേകം ദുആ ചെയ്യണേ എന്ന് ഏൽപ്പിച്ചിരിക്കുന്നു. തൗഫീഖ് നൽകണേ അല്ലാഹ്, വഴികൾ എളുപ്പമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ന്യൂസിലാൻഡിൽ പഠിക്കാൻ പോയിരിക്കുന്ന മകൾക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്നൊരു സഹോദരി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ ദീനുള്ള കുട്ടിയാക്കണേ അല്ലാഹ്. വിവേകത്തോടുകൂടെ പഠിച്ചു വരാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ആ മാതാവിന്റെ മനസ്സിലുള്ള ആശങ്കകൾ റബ്ബേ നീ എല്ലാം ഏറ്റെടുക്കണം അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, കോടതിയുമായി ബന്ധപ്പെട്ട്, കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് ഒരു സഹോദരൻ അനുകൂലമായ വിധി പ്രതീക്ഷിച്ചുകൊണ്ട് പ്രത്യേകം ദുആരക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ റബ്ബേ, അനുകൂലമായ വിധി നീ നടപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവർ, അല്ലാഹുവേ റബ്ബേ, പാപങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ പൊറുക്കണമല്ലാ. അവസാനം നന്നാക്കി തരണേ അല്ലാഹ്. നിന്റെ ഹബീബിന്റെ റുഫഖായിൽ ചേർക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നബിദിന പരിപാടിയിലേക്കും അതുപോലെ തന്നെ ഭക്ഷണം വിതരണത്തിലേക്കും ഒക്കെയായി സഹായിക്കുന്നവർ, സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ, സഹായിക്കേണ്ടവർ, അല്ലാഹുവേ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ആപത്ത് മുസീബത്തുകൾക്ക് സദഖകൾ കാവലാക്കണേ അല്ലാഹ്. റബ്ബനാ റഹംഹും കമാ റബ്ബൗനാ സഗാറ ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.